السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أكمل خلق الله وعلى آله وصحبه الفائزين برضا الله. عن أبي سعيد بن أبي فضالة الأنصاري رضي الله عنه وكان من الصحابة قال: سمعت رسول الله صلى الله عليه وسلم يقول: إذا جمع الله الناس يوم القيامة ليوم لا ريب فيه نادى مناد من كان أشرك في عمله لله أحدا فليطلب ثوابه من عند غير الله فإن الله أغنى الشركاء عن الشرك. സ്വഹാബികളിൽപ്പെട്ട അബൂ സഈദ് ഇബ്നു അബീ ഫളാലത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു. ഇദാ ജമഅ അല്ലാഹു അൻ-നാസ യൗമൽ ഖിയാമത്തി ലിയൗമിൻ ലാ റൈബ ഫീഹി, തീർച്ചയായും വരാനിരിക്കുന്ന ഖിയാമത്ത് നാളിൽ അള്ളാഹു ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുമ്പോൾ നാദാ മുനാദി, ഒരാൾ ഇപ്രകാരം വിളിച്ചു പറയും: മൻ കാന അശ്റക ഫീ അമലിൻ അമലഹു ലില്ലാഹി അഹദാ ഫൽയത്ലബ് സവാബഹു മിൻ ഇൻദി ഗൈരില്ലാഹ്. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ചെയ്ത ഏതെങ്കിലും അമലിൽ മറ്റാരെങ്കിലും പങ്കു ചേർത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം അള്ളാഹു അല്ലാത്തവരിൽ നിന്നും അവൻ തേടിക്കൊള്ളട്ടെ. എന്തുകൊണ്ടെന്നാൽ ഫഇന്നല്ലാഹ അഗ്ന ശുറക്കാഇ അനി ശിർക്കി, അള്ളാഹു പങ്കാളികളുടെ ഓഹരിയിൽ നിന്നും പൂർണ്ണമായും നിരാശ്രയനാണ്. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. കർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ടിയാവണം, നിയ്യത്തുകൾ നന്നാവണം. ആളെ കാണിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു പറയും, നീ ആരെ കാണിക്കാനാണോ അമൽ ചെയ്തത് അയാളുടെ അടുക്കൽ പോയി പ്രതിഫലം വാങ്ങിക്കൊള്ളൂ. എനിക്ക് വേണ്ടി ചെയ്തതാണെങ്കിൽ പ്രതിഫലം ഞാൻ തരാം, അത് ഞാൻ തന്നെ തരും. ജനങ്ങളെ കാണിക്കാൻ ചെയ്തതാണെങ്കിൽ ജനങ്ങളുടെ അടുക്കൽ പോയി പ്രതിഫലം വാങ്ങിക്കൊള്ളൂ എന്ന് അള്ളാഹു നമ്മുടെ നിയ്യത്തുകൾ നന്നാക്കി തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അഗ്ന ശുറക്കാഇ അനി ശിർക്കി, പങ്കാളികളുടെ ഓഹരിയിൽ നിന്ന് പൂർണ്ണമായും നിരാശ്രയനാണെന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരിക്കലും ആരുടെയും പങ്കുചേരൽ സഹിക്കുന്നതല്ല. അള്ളാഹു എന്ത് സഹിക്കൂല, കാരണം അള്ളാഹു സ്നേഹനിധിയാണ്. ആ സ്നേഹത്തിൽ അള്ളാഹു നമ്മളേക്ക് ചേർത്ത് തരട്ടെ. ആ സ്നേഹം ആസ്വദിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. മശായിഖന്മാരുടെ പൊരുത്തം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.